കോൺഗ്രസിൽ എങ്ങനെ മുഖ്യമന്ത്രി കസേര പോരോ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രയും രാഷ്ട്രീയ നിരീക്ഷകരായ മോഹൻ വർഗീസും ജോർജ് പൊടിമാറിയും തത്സമയം നമ്മോടൊപ്പം ചേരും. ശ്രീ എൻ ശ്രീകുമാർ, 4-ാം തീയതിയാണ് ഈ വോട്ടെടുപ്പിന്റെ ഫലം വരാൻ. ദിവസങ്ങളുണ്ട്, 2 ആഴ്ചയോളം കാത്തിരിക്കണം. എന്നിട്ട് പോരെ ഇത്തരത്തിലുള്ള ചർച്ചകളും അവകാശവാദങ്ങളും ഒക്കെ എന്നുള്ളത് പൊതുജനം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന ഈ പ്രതികരണങ്ങൾ, ആര് മുഖ്യമന്ത്രിയാകും, ആര് താക്കോൽ സ്ഥാനത്തേക്ക് വരണം, ഇത്തരമൊക്കെ ചർച്ചകൾ അത് അനുചിതമല്ലേ? ജനങ്ങൾ, ഈ വോട്ട് ചെയ്ത ആളുകൾ മുഖത്ത് വിരൽ വെച്ച് പോകുന്ന കാര്യങ്ങളല്ലേ ശ്രീകുമാർ നടക്കുന്നത് കോൺഗ്രസിൽ? നോക്കൂ പ്രതീക്ഷേ, ഇത് സത്യം പറഞ്ഞാല് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരമല്ലേ കാണുന്നത്. ഇത് കോൺഗ്രസിലെ ചില നേതാക്കളുടെ ഭൂതഗണങ്ങൾ എന്ന് തന്നെ പറയാം. അവര് സോഷ്യൽ മീഡിയ വഴി അവരുടെ താല്പര്യം പ്രചരിപ്പിക്കുന്നതാണ്. അത് സത്യം പറഞ്ഞാൽ ഇവരാരും മുഖ്യമന്ത്രിയാക്കണമെന്നല്ല ആവശ്യപ്പെടുന്നത്. അവരവർക്ക് താല്പര്യമുള്ള നേതാക്കളെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വാഴ്ത്തുപാട്ടാണ് കേരളത്തിലൊരു ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ സാധാരണ വോട്ട് ചെയ്ത പ്രവർത്തകരും അനുഭാവികളും അണികളും അതുപോലെ ഇപ്പോഴത്തെ പിണറായി ഗവൺമെന്റിനെ വിമർശിച്ചവരൊക്കെ ഇതിങ്ങനെ കൗതുകത്തോടെ കാണുകയാണ്. അത് 2 കാര്യം കൊണ്ട് അവരത് കാണുന്നത്. ഒന്ന്, UDF അധികാരത്തിൽ വരും എന്നൊരു സന്തോഷം അവർക്കുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ പേരുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നത്. പക്ഷെ അവരെയൊക്കെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മൾ ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ല. ഇന്നയാളെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആകെപ്പാടെ പറഞ്ഞത് K. സുധാകരനാണ്. മറ്റുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഓരോരോ നേതാക്കളെ കുറിച്ചുള്ള ചില പോഴ്ത്തലുകളും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അതൊക്കെ ഞാൻ ഇന്നയാളുടെ ആളാണ്, ഭാവിയിൽ ഇന്നയാൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഞാൻ വഴിക്കേ കാണാവൂ എന്നുള്ള ഒരു സൂചനയൊക്കെ കൊടുക്കാൻ ചിലർക്ക് താല്പര്യം ഉണ്ടായിരിക്കാം. എന്തായാലും അതൊന്നും കേരളത്തിലെ കോൺഗ്രസ് വരെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത് ചില പ്രവർത്തകർ മാത്രമാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്, അതിൽ നേതാക്കന്മാരില്ല. പക്ഷേ സുധാകരനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, സിറ്റിംഗ് MP ആയിട്ടുള്ള വ്യക്തി ഒരു കാര്യം ഇങ്ങനെ തുടക്കമിടുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടം, തൻ്റെ ഇംഗിതം തുറന്നു പറയുമ്പോൾ, അത് ആരാണോ അതിൻ്റെ അനുഭവസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് എന്ന നിലയിൽ പറയുന്ന ആള്, ഇന്ന് KC വേണുഗോപാൽ ആ വ്യക്തിയോട് ഇന്ന് ചോദിക്കുകയാണ് സുധാകരനെ. അപ്പോൾ സുധാകരനെ തള്ളുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ വളരെ നിശ്ചിതമായി തന്നെ പറയാമായിരുന്നു. അവിടെ സംശയം അവിടെ തീർക്കാമായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു സംശയത്തിന് ഒരു അർത്ഥവിരാമം ഇടാതെ കാര്യങ്ങൾക്ക് തീർപ്പ് കൊടുക്കണമായിരുന്നു. അതിന്ന് KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നും കേട്ടില്ല നമ്മൾ. നമുക്ക് പ്രതീക്ഷ, ഏതെങ്കിലും നേതാവ് അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും നല്ല വാക്ക് പറഞ്ഞാൽ അത് തള്ളിക്കളയോ? പണ്ട് പിണറായി വിജയനെ കുറിച്ച് ഇങ്ങനെ എന്തോ ഒരു വാഴ്ത്തുപാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പത്രലേഖകർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതൊന്ന് നിങ്ങൾക്ക് തടസ്സപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചു. എന്നെ കുറിച്ച് 4 വാക്ക് പറഞ്ഞതിന് നിങ്ങൾക്ക് എന്താ വിഷമമെന്ന് തിരിച്ചു ചോദിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ നാടാണിത്. അപ്പൊ പിന്നെ ഇതൊക്കെ ആസ്വദിച്ച് എഴുതുന്ന കോൺഗ്രസ്സുകാരെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ തെറ്റാണ്. ഇതിലെ ഈ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് രൂപീകരിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതാണോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് 4-ാം തീയതി അറിയുള്ളൂ. പക്ഷെ ഒരു സൂചനയുടെ അടിസ്ഥാനത്തില് ഒരുപാട് അഭിപ്രായ സ്വരൂപകരുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് UDF ആണ് അധികാരത്തിൽ വരിക എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഇതൊന്നും പൂർണ്ണമായും നമുക്ക് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. കാരണം തെരഞ്ഞെടുപ്പിലെ വോട്ട് ചെയ്തത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആ ഇത് മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചല്ല ചർച്ച സത്യത്തില്. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. കാരണം എന്താ വെച്ചാൽ 3 പേരെ കുറിച്ച് അവരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാല്, ഈ പോസ്റ്റ് ഇടുന്ന ഈ ഫേസ്ബുക്കിലാണല്ലോ ഇത്, അല്ലാണ്ട് പരസ്യ പ്രസ്താവന ഒന്നുമല്ല. ഫേസ്ബുക്കില് ഇതൊക്കെ എഴുതുന്നവർക്ക് ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അവര് നാളെ അവർക്ക് വോട്ട് ചെയ്ത് അവരുടെ പ്രവർത്തകരെ കാണേണ്ടതാണ്. അപ്പൊ ആ പ്രവർത്തകൻ ചോദിക്കും, അല്ല നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളുടെയൊക്കെ വന്നിട്ട് ഇന്നയാളുടെ ആളാണെന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ വോട്ട് പിടിച്ചത്. നിങ്ങൾ വോട്ട് പിടിക്കുന്ന സമയത്ത് നിങ്ങൾ UDFന് വേണ്ടിയല്ലേ വോട്ട് പിടിച്ചത്. ഇപ്പൊ നിങ്ങൾ ഇന്നയാളുടെ ആളാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അന്നെന്താ പറയാതിരുന്നത്? ശരി, ഞങ്ങൾ നോക്കിക്കോളാം ഭാവിയിൽ എന്ന് അവരുടെ മനസ്സിലൊരു കാര്യം വന്നാൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇതവിടെ കിടക്കും. ആ പറഞ്ഞതെല്ലാം അവിടെ കിടക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ പുകഴ്ത്തലിനൊക്കെ പിന്നാലെ പോകാതെ
നമ്മളുടെ 4-ാം തീയതി UDF അധികാരത്തിൽ വരും എന്നുള്ള പ്രത്യാശയില് സ്വസ്ഥമായിരിക്കുക, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ഇതിപ്പോ ഒരു ഗുണം എന്താന്ന് വെച്ചാല് CPM പ്രകോപിപ്പിക്കാൻ ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രകോപനത്തിന്റെ ദോഷവും UDF അനുഭവിച്ചു. ഇപ്പൊ കളമശ്ശേരിയിൽ ആ ബോർഡ് മുഴുവൻ ബൈ ബൈ പിണറായി എന്നുള്ള ബോർഡ് മുഴുവൻ നശിപ്പിച്ചു. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ സുഹൃത്തുക്കളുടെ ഒരുപാട് സാധന സാമഗ്രികൾ നശിപ്പിച്ചു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലുണ്ട്. അപ്പം ഇപ്പൊ ഈ CPM പ്രകോപിപ്പിക്കാനാണ് ഇത് പറയുന്നതെങ്കിൽ അതിന്റെ ആ രീതി, ആ ഫേസ്ബുക്ക് ഇടുന്ന രീതി ഒന്ന് മാറ്റിയാൽ കൊള്ളാം. അല്ലാണ്ട് ഇന്നയാളെ ഇപ്പൊ ഒരു ചാനൽ ചർച്ചയില് ഒരാള് അല്ലെങ്കിൽ ഒരു ചർച്ചയിലെ ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ച് വിമർശിച്ചാൽ അത് വിമർശിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാവ്, അതായത് ഈ മറ്റേ 2-ാം നിര 3-ാം നിര നേതാക്കളെ രംഗത്ത് വരികയാണെങ്കിൽ അത് KPCC ഇന്നവരെ പരിചയമില്ലാത്തൊരു കാര്യമാണ്. കാരണം കോൺഗ്രസ് ഇങ്ങനെ നടക്കാറില്ല. ശ്രീ മോഹൻ വർഗീസ്, ഡയറക്റ്റ് നമുക്ക് ചോദിച്ചു പോയി കഴിഞ്ഞാൽ ഈ വിധിക്ക് മുമ്പേ തന്നെ വിധിക്കുകയാണ് ചിലർ. വിധിക്കുന്നത് ആരാണ്? മുതിർന്ന നേതാക്കൾ തന്നെയാണ്. വിധിക്കുമ്പോൾ ഇവിടെ നമുക്ക് 2 പേരുടെ പേരെടുത്ത് കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഇങ്ങനെ ഒരു ചരട് വലിക്ക്, ഇങ്ങനെ ഒരു അണിയറ നീക്കം നടത്തുന്നത് തോന്നൽ വരികയാണ്, അത് ബലപ്പെടുകയാണ്. ആ സംശയം ഓരോ ദിവസവും അനുദിനം ബലപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ മൗനവും സുധാകരനെ അദ്ദേഹം തള്ളിപ്പറയുന്നില്ല. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ KC ലാൻഡ് ചെയ്യുമോ കേരളത്തിലേക്ക്? ഈ കഴിഞ്ഞ 2021 ശേഷം ഈ കോൺഗ്രസിനെ ത്രാണിയുള്ള നിൽക്കാൻ തക്ക രീതിയിലേക്ക് പരുവപ്പെടുത്തിയ VD സതീശൻ അങ്ങനെ കറിവേപ്പിലയെ മാറുമോ? ഇരുത്തപ്പെടുമോ സതീശനെ? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? KC ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറന്നിറങ്ങും എന്ന പ്രതീതി ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. കഴിഞ്ഞ 5 വർഷം UDF പ്രതിപക്ഷത്തിരുന്ന സമയത്തൊക്കെ ഈ വിഷയം ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസ്സുകാർ ഡിബേറ്റ് ചെയ്തു, പൊതുജനങ്ങൾ ഡിബേറ്റ് ചെയ്തു, മാധ്യമങ്ങൾ ഡിബേറ്റ് ചെയ്തു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വോട്ടുകൾ ഭദ്രമായി EVM-നുള്ളിൽ ഉറങ്ങുന്നു. അപ്പോൾ ഈ വേവുവോളം നിന്നാൽ ആറുവോളം നിന്നുകൂടെ എന്നൊരു സെയിങ് ഉണ്ട്. ഇതിനൊന്നുമുള്ള ശാന്തത കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലാതെ പോകുന്നു. അണികൾ അഭിപ്രായം വാട്സപ്പിൽ യൂട്യൂബിലൂടെയൊക്കെ ഇടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പോസ്റ്റായി ഇടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഉന്നതരായ നേതാക്കൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്തുതി പാടിക്കൊണ്ട്, അവരാരും പറയുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ ഇന്നാരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് കൃത്യമായി തെളിച്ചു പറയുന്നില്ല. മുൻപൊക്കെ സുധാകരൻ തെളിച്ചു പറഞ്ഞിരുന്നു. രമേശ് ചെന്നിത്തലയുടെ പേരാണ് ശ്രീ K. സുധാകരൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് KC വേണുഗോപാലിനാണ് പൊതുവെയുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന ഒരു നിഗമനത്തിൽ എത്തി നിന്നതുകൊണ്ടാവാം നിരവധി കോൺഗ്രസ് നേതാക്കൾ, അത് ഈ കണ്ണൂരെ പ്രധാനപ്പെട്ട നേതാവെന്നുള്ള നിലയിൽ സുധാകരനല്ല, സുധാകരൻ വെറും കണ്ണൂർ നേതാവല്ല, KPCCയുടെ മുൻ പ്രസിഡന്റാണ്, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നേതാവാണ്, വളരെ സീനിയറായ നേതാവാണ്. അദ്ദേഹത്തിൽ നിന്നൊക്കെ ഇങ്ങനൊരു പ്രതികരണം വരുമ്പോൾ യഥാർത്ഥത്തിൽ സ്വല്പം ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ എന്ന് ആളുകൾ ചോദിച്ചാൽ തെറ്റു പറയാനാവുമോ? അല്ല, അവിടെ ഒരു വഴിത്തിരിവ് അദ്ദേഹത്തിന്റെ ഈ സംഭാഷണത്തിൽ, അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ അല്ലെങ്കിൽ ചിന്തകളിൽ ഉണ്ടാകുന്നതാണ്. നേരത്തെ 2-3 തവണയാണ് പറഞ്ഞത് എന്താണ്, എനിക്ക് ആഗ്രഹം ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്നാണ്. അതിൽ നിന്നും പറഞ്ഞ് ഈ ദിവസങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉടൻ തന്നെ പ്ലേറ്റ് മാറ്റുന്നത് സുധാകരനിലൂടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതിൽ എനിക്കൊരു തിയറി ഉണ്ട്. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ തിയറി ഇങ്ങനെയാണ് പോകുന്നത്. അതായത് K. സുധാകരൻ വലിയ ചില പ്രതീക്ഷകൾ വെച്ചിരുന്നു. തനിക്ക് മത്സരിക്കാൻ അവസരം ഹൈക്കമാൻഡ് നൽകും, താൻ ജയിച്ചു വരും, താൻ ജയിച്ചു വന്നാൽ ഒരു കണ്ണായ സ്ഥാനത്തിരിക്കും, താക്കോൽ സ്ഥാനത്തുണ്ടാകും, മുഖ്യമന്ത്രി ആയില്ലെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതം 5 വർഷം കഴിഞ്ഞ് അവസാനിപ്പിക്കാം. ഇതെല്ലാം മോഹങ്ങളായിരുന്നു. ഇത് പൂവണിയാതെ പോകുന്നു. പിന്നെ ഉള്ളത് ഒരുപക്ഷെ സംഘടനയിലെ സ്ഥാനം, അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനം. അത് സാധ്യമാകണമെങ്കിൽ KC വേണുഗോപാൽ എന്ന ശക്തനായ അഖിലേന്ത്യാ നേതാവിൻ്റെ ഒരു പിൻബലം ആവശ്യമുണ്ട്. അല്ല, ഇവിടുത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതാരായാലും അദ്ദേഹം അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ ഡിഫാക്ടോ തലപ്പത്തുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി അവരോടൊപ്പം ചേർന്ന് നിന്ന് ഹൈക്കമാൻഡിൻ്റെ 4ാം കരമായി പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ തന്നെയാണ് ശക്തനെന്ന അറിവ്. അതൊരു കാര്യം. രണ്ടാമത്തേത്, നിയമസഭാ കക്ഷി അതിൻ്റെ നിയമസഭാ കക്ഷിയെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്യുമ്പോൾ തന്നെ KC വേണുഗോപാലിൻ്റെ ഒരു പിന്തുണ വളരെ പ്രധാനമായിരുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിൽ KCയുടെ വാക്കിന് മുൻതൂക്കം ലഭിച്ചതുകൊണ്ടാണല്ലോ KCയെ പിന്തുണയ്ക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. അങ്ങനെയെങ്കിൽ ജയിച്ചു വരുമ്പോഴും KCക്കായിരിക്കണം സിംഗിൾ ലാർജസ്റ്റ് സപ്പോർട്ട്. പക്ഷേ ആദ്യ റൗണ്ടിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഒരു വോട്ടെടുപ്പ് നടന്നാൽ, അല്ലെങ്കിൽ തീരുമാനം ഹൈക്കമാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാം തീയതി ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേട്ടോ. ഇരിക്കുന്നതിന് മുമ്പ് കാലം നീട്ടുക എന്നത് വിചാരിക്കേണ്ട.
ജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആണ് കോൺഗ്രസ്സുകാർ ഇതെല്ലാം കാണുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളോട് മഹാഭൂരിപക്ഷം പേര് പറയുന്നത് ഈ MLA-മാരുടെ ഇടയിൽ 3 ഓപ്ഷൻ കൊടുക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയും തിരിയാം. രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായോ ഒരുപക്ഷെ VD സതീശന് അനുകൂലമായോ തിരിയാം. പക്ഷേ ഇവരിൽ ആരെങ്കിലും തന്നെ പറഞ്ഞേക്കാം, ഹൈക്കമാൻഡ് പ്രതിനിധികളോട് പറഞ്ഞേക്കാം, ഇവരെക്കാൾ മെച്ചപ്പെട്ട ഒരു ഓപ്ഷൻ തങ്ങൾക്കുണ്ട്, തങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി ആവശ്യമുണ്ട് എന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം, മാനസിക അന്തരീക്ഷം ഡെവലപ്പ് ചെയ്യുക എന്നത് ഒരു പദ്ധതിയായി വരാം. അപ്പം അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരുപക്ഷെ കെ സുധാകരൻ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നിലവിൽ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്റ് ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായി ഷാഡോ ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ. അങ്ങനെയെങ്കിൽ ജയിച്ചു വന്നാൽ ആ പ്രതിപക്ഷ നേതാവായിരിക്കും മുഖ്യമന്ത്രി. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയാകുമായിരുന്നു. ജയിച്ചു വന്നെങ്കിൽ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ VD സതീശനാകും. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ സീനിയോറിറ്റി, ഒരു തർക്കമുണ്ടായാൽ പരിഹരിക്കാനുള്ള ഒരു നയചാതുരി, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ സതീശൻ അത്ര ഉണ്ടാവില്ല. NSSന്റെ, SNDPയുടെ, ക്രൈസ്തവ സമൂഹത്തിന്റെ, മറ്റ് പല വാറിംഗ് ഫാക്ഷൻസിന്റെ എല്ലാം പിന്തുണ ആർജിക്കാൻ നല്ലത് രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് ഒരു വേഫർ തിൻ മാർജിനാണ് UDF ജയിച്ചു വരുന്നതെങ്കിൽ ചെന്നിത്തല ഹാസ് എ ബെറ്റർ ചാൻസ് എന്ന് പൊതുവെ കോൺഗ്രസ്സുകാർ പറയാറുണ്ട്. എന്നാൽ ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് സതീശന്റെ നേതൃത്വത്തിനുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആണ്. ഇത് രണ്ടാണെങ്കിലും ഒരുപക്ഷെ ഈ KC വേണുഗോപാൽ ചാൻസ് ഇല്ല. പക്ഷേ ചാൻസ് ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഒരു അതൃപ്തിയുണ്ട്, ഇവിടെ വേറിട്ടൊരു ചിന്താഗതിയുണ്ട്. ഈ മത്സരിച്ച് ജയിക്കുന്ന MLA-മാർക്കിടയിൽ തന്നെ മറ്റൊരു ചിന്തയുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം ആരൊക്കെയോ എവിടെയോ നടത്തുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈ KC ആരെങ്കിലും ഇളക്കി വിടേണ്ട കാര്യമില്ല. കാരണം KC ഡിഫാക്ടോ ലീഡർ തന്നെയാണ്. പക്ഷേ KCക്ക് ഒരു തർക്കമുണ്ടെങ്കിൽ മാത്രമേ KCയുടെ പേര് പരിഗണിക്കൂ. സ്വാഭാവികമായി പരിഗണിക്കേണ്ട ഒരു പേരല്ല. കാരണം അദ്ദേഹം മത്സരരംഗത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ആ സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഒരു വളഞ്ഞ ശ്രമം എന്ന രീതിയിലും ഇതിനെ പലരും കാണുന്നുണ്ട്. മടങ്ങിയ ശ്രീ ജോർജ് പൊടിപാറ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ KC അങ്ങനെ നിലമൊരുക്കുന്നുണ്ടോ കേരളത്തിൽ ലാൻഡ് ചെയ്യാൻ? പക്ഷേ അപ്പോഴും അവിടെ ഒരു ചില പൊരുത്തക്കേടുകൾ, സംശയങ്ങൾ വരും. എന്താണ് MPമാരാരും മത്സരിക്കാത്ത, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് എടുത്ത പൊതുനിലപാട്, മാർഗനിർദ്ദേശം, അതൊക്കെ കേട്ടുകൊണ്ടാണ് എല്ലാവരും സുധാകരനടക്കം മാറുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ചില ഫാക്ടർ ഉണ്ടാകണം, ഇവിടെ റിഫ്റ്റ് വലിയ തോതിൽ ഉണ്ടാകണം. ആ നിലയ്ക്കൊക്കെ വരുമ്പോൾ മാത്രമേ മറ്റൊരു ചോയ്സിലേക്ക് എത്തുകയുള്ളൂ. അതല്ല KC എന്ന ഒരു പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം പോഷക സംഘടനകൾ നോക്കൂ, കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക പോഷക സംഘടന നേതാക്കന്മാരും KCയുടെ കരങ്ങളിലാണ്. പിന്നീട് 1/3 അംഗങ്ങൾ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിൻ്റെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ KC അവിടെ പച്ചപ്പ് തേടുന്നുണ്ടോ, കാണുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം കാണും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും KCക്ക് വേണ്ടി ഒരു നിലവൊരുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു വാസ്തവമാണ്. അതായത് KC മത്സരരംഗത്തില്ലാത്ത ആളാണ്. അദ്ദേഹം MLA ആയിട്ട് മത്സരിച്ചിട്ടില്ല, MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടാനും പോകുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാര് ആദ്യം തന്നെ ഇതിനൊക്കെ ഏറ്റവും പ്രധാനം ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ്. ആ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളൊരു അസംഷനിലാണ്, അല്ലെങ്കിൽ അത് ആ ഒരു ഇതിലാണ് നമ്മളിപ്പോ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. അത് കിട്ടുമെന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആദ്യം പരിഗണിക്കപ്പെടുന്ന 2 പേരുകൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ VD സതീശന്റെയാണ്. ഇവിടുത്തെ പ്രശ്നം, അതായത് ഈ പറഞ്ഞ കേരളം ആഗ്രഹിക്കുന്നത്, ഇപ്പോ സീനിയോറിറ്റി ഒരു ഘടകമാണ്. രമേശ് ചെന്നിത്തല വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്, അതിൽ യാതൊരു സംശയമില്ല. എക്സ്പീരിയൻസ് കൊണ്ട് നോക്കിയാൽ VD സതീശനേക്കാൾ കൂടുതൽ സീനിയർ ആണ്, കൂടുതൽ പദവികളും ഇതിനകം വഹിച്ചിട്ടുണ്ട്. VD സതീശനാവട്ടെ ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പദവി അല്ലാതെ മന്ത്രിസ്ഥാനോ അതല്ലെങ്കിൽ KPCC പ്രസിഡന്റ് പദവിയോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയോ അങ്ങനെയുള്ള ഒരു പാർട്ടി പദവിയും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് ആകെപ്പാടെ കിട്ടിയ ഒരു പദവി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പദവിയാണ്. അതും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ അന്നത്തെ KPCC പ്രസിഡന്റും മാറിയിട്ട് പകരം ഈ 2 പേരെ കെ സുധാകരനെയും ഇദ്ദേഹത്തെയും ഒരുമിച്ചൊരു പാക്കേജ് ആയിട്ട് ഹൈക്കമാൻഡ് കൊണ്ടുവന്നതാണ്. അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ. അപ്പൊ എന്തിനാണ് ഈ അന്നത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റിയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരവാണല്ലോ ആദ്യം നമ്മൾ പറയേണ്ടത്. ആ ചോദ്യം അന്നത്തെ KPCC പ്രസിഡന്റ് സുധീരനെ മാറ്റിയത് എന്തിനാണ്? അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ 2 പേരും അല്ല, അന്നത്തെ KPCC പ്രസിഡന്റ് സുധീരനല്ല മാറ്റിയത്. അപ്പൊ ഈ 2 പേരും മാറ്റിയതിന്റെ പിന്നിൽ ഇവർ 2 പേരും നയിച്ച അന്നത്തെ KPCC പ്രസിഡന്റും അന്നത്തെ പ്രതിപക്ഷ നേതാവും ഒരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക്
അല്ലെങ്കിൽ മുന്നണിക്ക് ഒരു വിജയം നേടിക്കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു. ആ പരാജയത്തിൽ ഒരു പരിധി വരെ അവരും അവരുടെ നേതൃത്വവും അതിന് കാരണമാണ് എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തിക്കൊണ്ടാണല്ലോ. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഒരു മാറ്റം ആവശ്യമാണ്. പാർട്ടിക്ക് ഒരു ചലനാത്മകമായ നേതൃത്വം വേണം. ഒരു മുഖം മാറ്റം അല്ലെങ്കിൽ ഒരു ശൈലി മാറ്റം ആവശ്യമാണ് എന്ന് പാർട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവെന്ന് മാറ്റിയത്. അന്ന് ഭൂരിപക്ഷം MLA-മാരും തന്നെയാണ് തുണച്ചത്, തന്നെ മാറ്റില്ല എന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞു. ഈ കെ.സി. വേണുഗോപാലും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ പറഞ്ഞു അങ്ങനെ ഒരു ചിന്തയെ പാർട്ടി ചിന്തിക്കുന്നില്ല, താങ്കളുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ ആഗ്രഹിച്ച രീതിയിൽ ഇവരെ ഈ പറഞ്ഞ വി ഡി സതീശനെ പ്രതിപക്ഷം നൽകി. ഇവിടെ പ്രശ്നം എന്താ? ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതല്ല വി ഡി സതീശൻ ഈ പാർട്ടി ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിജയം നേടിക്കൊടുത്തോ? കൊടുത്തില്ലേ? ഇതാണല്ലോ പ്രധാനമായിട്ടുള്ള ഒരു പരിഗണന. ഒരാളെ ഒരു സ്ഥാനത്തിരുത്തുമ്പോൾ ആ പാർട്ടി കാണേണ്ട കാഴ്ച എന്താ? ആ പാർട്ടി അളക്കേണ്ട അളവുകൾ എന്താണ്? ആ മനുഷ്യൻ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പാർട്ടി നിയോഗിച്ച ദൗത്യം നിറവേറ്റുകയോ അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യങ്ങളിൽ അദ്ദേഹം ജോർജ് പുളിപ്പാറ 4-ാം തീയതി മാത്രമേ അതിന് ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു വേവോ അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ വോട്ടായി മാറി കോൺഗ്രസ് അല്ല ഞാൻ പറഞ്ഞ ഒരു നല്ലൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്പറിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നോക്കൂ, 2021 മുതലുള്ള പ്രതിപക്ഷ നേതാവ് നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളായും പാർട്ടിയെ എങ്ങനെ നയിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് എത്രത്തോളം റിസൾട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് സതീശനെ അങ്ങനെ ഒരു അരികുവൽക്കരിച്ച് നിർത്തുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു ചെയ്തിയായി പോകില്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാണ് അവിടെ. മറ്റൊന്ന്, ചില ഘടകങ്ങൾ, സാമുദായിക ഘടകങ്ങൾ തള്ളിക്കളയാൻ കോൺഗ്രസ് ഇന്നത്തെ സാഹചര്യത്തിലാകുമോ? ലീഗിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പറയുന്ന NSSന്റെ ആയാലും SNDP ആയാലും സഭകളുടെയൊക്കെ നിലപാടുകൾ, അതൊക്കെ ഈ 10 വർഷം ഭരണമില്ലാതിരുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ച് പല കാര്യങ്ങളും പരിഗണിക്കപ്പെടേണ്ടി വരാം. അവിടെ എന്തായിരിക്കാം അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ സതീശനുണ്ടാകുന്ന പോരായ്മകൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്? പ്രതീക്ഷ അവിടുത്തെ പ്രശ്നം എന്താ? ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് തന്നെ സോഷ്യൽ മീഡിയയിലാണ് ചർച്ച നടക്കുന്നത്. നേതാക്കൾ ചിലർ അതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നു. എന്നാൽ ആര് വേണം എന്ന് പറയാതെ തൊടാതെ നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ നിരവധി പേര് KSU അധ്യക്ഷൻ മുതൽ ഒരുപാട് MLA-മാര്, സിറ്റിംഗ് MLA-മാര്, അതുപോലെ തന്നെ പാർട്ടിയുടെ ഭാരവാഹികൾ അടക്കമുള്ള ഒരുപാട് പേര് ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം ഇത്രയേ ഉള്ളൂ പ്രതീക്ഷയെ. അതായത് നമ്മുടെ ഒരു അസംഷൻ എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഇവരെല്ലാം വിശ്വസിക്കുന്നത് കൊണ്ടും പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ചർച്ചയുള്ളത് കൊണ്ടുമാണ് ഇപ്പൊ ഈ മുഖ്യമന്ത്രി ആരാകണം എന്ന രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ജയിക്കാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ഈ ചർച്ച ഇത്ര രൂക്ഷമായിട്ട് ഇത്ര വാശിയോടെയുള്ള ഒരു ചർച്ചയൊന്നും നടക്കില്ല. KKPP എന്നുള്ളൊരവസ്ഥ പോലും കിട്ടി എന്നുള്ളൊരവസ്ഥ പോയാൽ പോയി എന്നുള്ളൊരവസ്ഥ പോലും കോൺഗ്രസ്സുകാർക്കില്ല. ഇത് കിട്ടി, ഭരണം കിട്ടും, ഭൂരിപക്ഷം കിട്ടും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഈ ചർച്ച നടക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷം കിട്ടും എന്നുള്ള ഒരു ഇതിൽ യാഥാർത്ഥ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെ നയിച്ചതിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ആർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം? ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഉപതെരഞ്ഞെടുപ്പുകളിലായാലും ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലായാലും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചത് വി ഡി സതീശനാണ്. പാർട്ടി പ്രവർത്തകർക്ക് ഒരു പരിധിവരെ നഷ്ടപ്പെട്ടിരുന്ന ആത്മവീര്യം തിരികെ പിടിച്ചു കൊടുത്തത് വി ഡി സതീശനാണ്. പാർട്ടിക്ക് ഒരു നയവും നിലപാടുമുണ്ടെന്ന് കാണിച്ചു കൊടുത്തത് വി ഡി സതീശനാണ്. ഘടകകക്ഷികളെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അമിതമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക, എന്നാൽ പാർട്ടിയുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിലപാടുകളിലൂടെ പാർട്ടി പ്രവർത്തകരെ ഒരു വിന്നിംഗ് കോമ്പിനേഷനാണ് ഈ പാർട്ടിയും മുന്നണിയും എന്ന് ബോധ്യപ്പെടുത്തിയത് അദ്ദേഹമാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ പുതിയ യാത്രയിൽ പോലും നമ്മൾ കണ്ടത് എന്താണ്? എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരുപോലെ UDF പ്രവർത്തകര് അദ്ദേഹത്തെ നെഞ്ചുറ്റുന്ന കാഴ്ച കണ്ടു. ഒരു തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുക്കാൻ ഇതിലേറെ സംഭാവന ചെയ്ത് ആരാ ഉള്ളത്? ഞാൻ പറയുന്നത് ഇവരാരും അയോഗ്യരെന്നല്ല. വി ഡി പറഞ്ഞ രമേശ് ചെന്നിത്തല അയോഗ്യനല്ല, KC വേണുഗോപാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല, രാഹുൽ ഗാന്ധി അടക്കമുള്ള അഖിലേന്ത്യാ നേതാക്കളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആള്, ഒരു പരിധിവരെ ദേശീയ തലത്തിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രസക്തിയും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, കേരളത്തിലെ ഈ പറയുന്ന നേതാക്കളും ഭാരവാഹികളും അല്ലാതെ ഇവരൊക്കെ നടത്തുന്ന കമന്റുകൾക്ക് കീഴേ വരുന്ന അല്ലെങ്കിൽ അവരൊക്കെ ഇടുന്ന പോസ്റ്റുകൾക്ക് കീഴേ വരുന്ന കമന്റുകളും ഒന്ന് പരിശോധിച്ച് നോക്കൂ. 80-90% കമന്റുകളും അത് സാധാരണ മനുഷ്യരുടേതാണ്. അവരൊക്കെ സ്വമേധയാ ചെയ്യുന്നവരാണ്.
അവരൊന്നും ഇതുപോലെ പാർട്ടിയുടെ ഔദ്യോഗിക പ്രവർത്തകര് തലപങ്കം അങ്ങനെ അല്ലാത്തവർ പോലും ആകാം. പക്ഷെ പൊതുസമൂഹം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച, ഇത്തരമൊരവസ്ഥയിലേക്ക് പാർട്ടിയെ എത്തിച്ച, അവർക്ക് ആവേശത്തോടൊപ്പം ആത്മവിശ്വാസവും പകർന്നു നൽകിയ വി ഡി സതീശൻ എന്ന നേതാവ് മുഖ്യമന്ത്രിയാകണം എന്നാണ് കേരള തീർച്ചയായും ജോർജ് പൊടിപ്പാറ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ, നിരീക്ഷകർ പറയുന്നത് പോലെ ഈ ആരാണ് നയിച്ചത്, ആരാണ് ഏറ്റവും കൂടുതൽ നിലമൊരുക്കിയത് പാർട്ടിയെ കരുത്ത് പകരാൻ 2021 ഗ്രാഫ് നോക്കുകയാണെങ്കിൽ സതീശൻ അതിന് ഉത്തമനാണ് എന്ന നിലപാടാണ് ഈ പറയുന്ന പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, ഹൈപ്പോത്തറ്റിക്കാണ് കാര്യങ്ങൾ, ഊഹാപോഹപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിലേക്ക് കടക്കുന്നത്. കാരണം 4-ാം തീയതി റിസൾട്ട് വരികയുള്ളൂ. അപ്പോഴും ഒരു കാര്യം, ഇവിടെ എന്തെങ്കിലും കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാരുണ്ട്. പ്രതിപക്ഷത്തെ നയിച്ച ഒരു നേതാവ് മുൻനിരയിൽ നിൽക്കുകയാണ്. മറ്റൊന്ന് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷൻ, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹവും ഈ മത്സരത്തിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുരച്ച വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ നേതാക്കന്മാരുടെ കുറവില്ലാത്ത ഒരു സ്ഥലത്ത് മറ്റൊരാളെ ഡൽഹിയിൽ നിന്ന് ഇവിടെ ലാൻഡ് ചെയ്യിക്കേണ്ട അവസ്ഥ കോൺഗ്രസിന് സംജാതമാകുമോ? അങ്ങനെ ഒരു അവസ്ഥയ്ക്ക്, കാരണം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകേണ്ടി വരും, 2 തെരഞ്ഞെടുപ്പിന് അത് കളമൊരുങ്ങും. അങ്ങനെ ഒരു സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ടതില്ലല്ലോ. കോൺഗ്രസിന് അങ്ങനെ പരുവപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ടെന്നിരിക്കെ എന്നൊക്കെ പ്രതീക്ഷേ, അതായത് നമ്മളിപ്പോ സാങ്കല്പികമായിട്ടാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും ഈ ചർച്ചയിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന ചില കാര്യങ്ങളുമാണ്. അപ്പൊ അതില് എന്തുകൊണ്ടാണ് UDF അധികാരത്തിൽ വരുന്നത് എന്നൊരു തോന്നല് ഉണ്ടായതെന്ന് വെച്ചാൽ അത് ഇപ്പൊ ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും അഭിപ്രായ സ്വരൂപങ്ങളുടെ നിഗമനങ്ങളും ഒക്കെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പൊ കോൺഗ്രസിന്റെ ഒരു നിയമസഭാ കക്ഷി രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു വേദിയാണ്. അവിടെ ആര് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ അതിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും യോഗ്യരല്ല എന്നൊരു നിലപാടെടുക്കാൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിക്ക് സാധ്യമല്ലല്ലോ. അപ്പൊ അവിടെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും. KC വേണുഗോപാല് എനിക്കൊന്ന് 1 മാസം മുമ്പേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മാതൃഭൂമിയിൽ തന്നെ ഒരു ലേഖനത്തിലാന്ന് തോന്നുന്നു, ഒരു അഭിമുഖത്തിലാന്ന് തോന്നുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ആവശ്യമേ ഇല്ല. അപ്പൊ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് ഇന്ന് കേരളത്തിലെ ഈ കോൺഗ്രസിലെ MLA-മാരിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഒരാൾ മുൻ പ്രതിപക്ഷ നേതാവ്, ഒരാൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. 2 പേർക്കും രാഷ്ട്രീയമായിട്ട് പാരമ്പര്യമുണ്ട്. ശ്രീ വി ഡി സതീശനും സംഘടനാപരമായ ചുമതലകളൊക്കെ ഞാൻ വഹിച്ചിട്ടുണ്ട്. KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്, AICC സെക്രട്ടറി ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ഒരുപാട് പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 പേര് കഴിഞ്ഞതിന് ശേഷം അവര് പറ്റില്ല എന്ന് പറയാൻ ആർക്കും പറ്റില്ലല്ലോ. കാരണം ഈ 2 പേർ അയോഗ്യരാണ് മുഖ്യമന്ത്രി ആകാനെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അപ്പൊ അവിടെ പ്രശ്നം തീർന്നു, ഓൾറെഡി അവിടെ തീർന്നു. പിന്നെ 3ാമത്തെ ഒരാളുടെ പ്രശ്നം വരുന്നില്ല സത്യത്തില്. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യല്ലേ. ആ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് അത് പ്രീതി പിടിച്ചു പറ്റാനാ. ഇത് കോൺഗ്രസിന്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനിതൊക്കെ കൃത്യമായിട്ടൊക്കെ പറയും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്തിക്കോട്ടെ. ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത് പോലെ KCയുടെ ഇപ്പൊ എന്താണ് പറയുന്നത്, KCക്ക് വേണ്ടി ഓപ്പറേഷൻ നടക്കുന്നു, KC ഇതാ കേരളത്തിലേക്ക് എത്താൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളെ സാധ്യമല്ല കോൺഗ്രസിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, അല്ലെ പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് ഞാൻ എന്റെ വിലയിരുത്തലാണ് ഞാൻ പറയുന്നത്, ആഗ്രഹമല്ല. നിയമസഭാ കക്ഷി യോഗത്തില് രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനുമുള്ള അയോഗ്യത ആദ്യം വ്യക്തമാക്കണം. അങ്ങനെയാണെങ്കിൽ ആ അയോഗ്യത ഉണ്ടാവും? ഇല്ലല്ലോ. അവരാർക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന എത്ര MLA-മാരാണോ ആ MLA-മാർ ആർക്കും ആകാം. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ഭരണഘടനാപരമായ ഇതുണ്ടല്ലോ, തുല്യരിൽ ഒന്നാമൻ മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണല്ലോ. അങ്ങനെയാണല്ലോ മന്ത്രിസഭയില്. അപ്പൊ അതിലിപ്പോ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അങ്ങനെ വരും. ഭരണപക്ഷത്ത് ജയിച്ചു വരികയാണെങ്കിൽ ആ MLA-മാരുടെ 2 പേര് മുമ്പിലുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ 2 മുഖ്യമന്ത്രി പദത്തിലേക്ക് സാധ്യതയുള്ള 2 നേതാക്കളാണുള്ളത്. അതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് രമേശും ഒന്ന് സതീശനുമാണ്. അതിൽ സീനിയർ രമേശനാണ്, പ്രതിപക്ഷ നേതാവാണ് സതീശൻ. ഈ 2 പേരുടെ കാര്യത്തിൽ അവിടെ ആ 2 പേരിൽ ഒരാൾ മുഖ്യമന്ത്രി ആകുമെന്ന് മാത്രമേ ഉള്ളൂ. അവര് പറ്റില്ല എന്ന് പറയാൻ വേറെ കാരണങ്ങളില്ല. അതുകൊണ്ട് അവിടെ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ വെറുതെയിലേക്ക് വലിച്ചഴിക്കേണ്ട. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ ലോക്സഭയിലെ ശബ്ദമാണ്. അദ്ദേഹം സംഘടനാപരമായി ചുമതല വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെലങ്കാനയും കേരളവും കർണാടകത്തിന്റെയും കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. ദേശീയ തലത്തിൽ തന്നെ ചില മുഖ്യമന്ത്രി ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. അങ്ങനെ ഓടി നടക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി കേരളത്തിലെ മുഖ്യമന്ത്രി ആകുമെന്ന് പറയുന്നത് അത്
കേരളത്തിലെ അദ്ദേഹത്തോട് താല്പര്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിധേയരാണ് തങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആരുടെയെങ്കിലുമൊക്കെ താല്പര്യമായിരിക്കും. ഞാൻ കുറെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു നേതാക്കളുടെ, അവരൊക്കെ ബന്ധപ്പെട്ട് KC വേണുഗോപാൽ വിമർശിക്കപ്പെട്ടതിനെ കുറിച്ചാണ് അവർ പറയുന്നത്, അല്ലാതെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആക്കണം എന്നാലും പറയുന്നില്ല. തീർച്ചയായും. ശ്രീ മോഹൻ വർഗീസ്, കാര്യങ്ങൾ മാറ്റിവെക്കുക. KC അങ്ങനെയെങ്കിൽ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ബാക്കി രണ്ട് പേരുടെ പേരാണ് മുൻപിലേക്ക് വരിക, പാർലമെന്ററി ലീഡേഴ്സിന്റെ മുൻപിലേക്ക് വരികയെങ്കിൽ അവിടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക ഇക്വേഷൻ ലീഗ് ഈ താല്പര്യങ്ങൾക്ക് ആർക്ക് അനുകൂലമായി വരുമെന്നാണ് അങ്ങ് കരുതുന്നത്? രമേശ്, സതീഷ്, രണ്ട് പേരുകൾ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമുദായിക ഇക്വേഷനൊക്കെ വരുന്നത് ഒരു സ്വാഭാവിക ചോയ്സ് ഇല്ലാതെ വന്നാലാണ്. ഇവിടെ ഒരു പ്രിമൈസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ചോയ്സ് ഇല്ല. സതീശനാകാം, രമേശ് ചെന്നിത്തലയാകാം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൂന്ന് പേർക്കും, അതായത് ഞാൻ KC വേണുഗോപാലിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടല്ല ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്, മൂന്ന് പേർക്കും അവരവരുടേതായ ഒരു അർഹതയുണ്ട് കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ. ഒരാൾ മത്സരിച്ചില്ല എന്നതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല എന്ന് പറയാം. അങ്ങനെ മാറ്റി നിർത്താം, അത് KC വേണുഗോപാലിനാണ്. പക്ഷേ ഈ രണ്ടുപേരേക്കാൾ ഇന്നത്തെ നിലയിൽ സംഘടനയ്ക്കുള്ളിൽ ശക്തിയുള്ളത് KC വേണുഗോപാലിനാണ്. ഇന്ന് ഇല്ല എങ്കിലും നാളെ ഒരവസരം ഈ നിയമസഭയുടെ കാലത്ത് ശ്രീ KC വേണുഗോപാൽ ഉണ്ടാവില്ല എന്ന് ഇപ്പോഴേ തെളിച്ചു പറയാനുമാവില്ല. കാരണം ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണ്. ഈ രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ VD സതീശനോ ആർക്കെങ്കിലും മുഖ്യമന്ത്രി പദം കൊടുത്താലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, 1-2 വർഷത്തിനുള്ളിൽ തർക്കങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാനുള്ള ഹൈക്കമാൻഡ് സംവിധാനത്തിന്റെ ഭാഗമായി ഉള്ളയാളാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് അവസാന വാക്ക് ആത്യന്തികമായി ഹൈക്കമാൻഡിന്റെ ആണെങ്കിൽ ഹൈക്കമാൻഡ് അന്നൊരു ചോയ്സിൽ എത്തുകയാണെങ്കിൽ അത് KC വേണുഗോപാൽ ആയിക്കൊള്ളായികയില്ല. അതുകൊണ്ട് പൂർണ്ണമായി ഞാൻ ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ രണ്ടുപേരിലേക്ക് ശ്രീ പ്രതീഷ് ചോദിച്ച രണ്ടുപേരിലേക്ക് വരികയാണ്. ഇവിടെ നോക്കൂ, വർക്കിംഗ് കമ്മിറ്റി അംഗം, മുൻ KPC പ്രസിഡന്റ്, മുൻ പ്രതിപക്ഷ നേതാവ്, സീനിയർ അംഗം, വളരെ ചെറുപ്പത്തിൽ തന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ ഇടം നേടിയ ആൾ, വളരെ ചെറുപ്പത്തിൽ MLA ആയാൾ, ഇതെല്ലാം തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ് എന്ന് വേണ്ട, യൂത്ത് കോൺഗ്രസിൻ്റെ എന്ന് വേണ്ട ഈ സംഘടനയിൽ കോൺഗ്രസ് പാർട്ടിയിൽ വഹിക്കാവുന്ന ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട പദവികളും വഹിച്ചിട്ടുള്ള ഇന്നത്തെ നിലയിൽ KC വേണുഗോപാലിനേക്കാൾ VD സതീശിനേക്കാൾ ഏറെ കൂടുതൽ പ്രവൃത്തി പാരമ്പര്യമുള്ള ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 5-8 വർഷത്തിനുള്ളിൽ രമേശ് ചെന്നിത്തല കേന്ദ്ര നേതൃത്വവുമായി അത്രയധികം അടുപ്പം പുലർത്തുന്നതായി കാണുന്നില്ല. അതുകൊണ്ട് സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ സ്കീം ഓഫ് തിങ്സിൽ നിന്നും ലേശം വിട്ടുപോയിട്ടുണ്ടോ ചെന്നിത്തല എന്ന ന്യായമായ സംശയം ഇവിടെ ഉയരാം. പക്ഷേ അതേസമയം ഈ കഴിഞ്ഞ തവണ തന്നെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂല ആകപ്പാടെ 22 പേരാണ് കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി എന്നുള്ളത്. അതിൽ കൂടുതൽ പേര് പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയെ തന്നെയാണ്. എങ്കിലും VD സതീശന് നറുക്ക് വീണത് അദ്ദേഹത്തിനൊരു അവസരം ഹൈക്കമാൻഡ് ആത്യന്തികമായി നൽകിയതുകൊണ്ടല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ അവസരം ഒരു ന്യൂനപക്ഷമായിരുന്നെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരായിരുന്നു ലേശം കൂടുതലെങ്കിൽ പോലും സതീശന് ലഭിച്ച അവസരം ആദ്യമായിട്ടാണ്. അദ്ദേഹം ഒരു മുൻ മന്ത്രിയല്ല, 5 പ്രാവശ്യം നിയമസഭയിലെത്തി, പക്ഷേ ഒരിക്കൽ പോലും മന്ത്രിസഭയിലെത്തിയില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിട്ടില്ല, അദ്ദേഹം KSU നേതാവായിരുന്നില്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ല, ദേശീയ പദവികളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു ക്യാബിനറ്റ് സ്ഥാനം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ലഭിക്കുന്നത്. അത് പ്രതീഷ് അദ്ദേഹം ഭംഗിയായി ഉപയോഗിച്ചു. ട്രാക്ക് റെക്കോർഡ് വളരെ മികച്ചതാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വിമർശിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെങ്കിൽ ഹൈക്കമാൻഡിന് 10 വട്ടം ചിന്തിക്കേണ്ടി വരും. ഇത് രാജസ്ഥാനിൽ സംഭവിച്ചു. രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റിനെ വലിയ രീതിയിൽ പ്രചരണത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ മത്സരിക്കുകയും അതേസമയം ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാവുകയും ചെയ്ത് പിന്നീട് ഭരണം നഷ്ടപ്പെടുന്നത് കണ്ടു. അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഈ DK ശിവകുമാർ എന്ന വളരെ വലിയ ജനകീയ നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സിദ്ധാറാമയെ കർണാടകത്തിൽ കൊണ്ടുവരുന്നത് കണ്ടു. അങ്ങനെ പലപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും സംഭവിച്ചേക്കാം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ മോഹൻ വർഗീസ്. ശ്രീ ജോർജ് പടിപ്പാറ, അങ്ങനെയുള്ള അത്ഭുതങ്ങൾ മറ്റ് സ്റ്റേറ്റിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ശ്രീകുമാർ അങ്ങേക്ക് എന്തോ ആഡ് ചെയ്യാനുണ്ട്? ശ്രീകുമാർ. അല്ലല്ല, ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞത് ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്ന കർണാടകത്തിലെ 1-ാം നമ്പർ നേതാവാണ് കേട്ടോ. അദ്ദേഹത്തിനുള്ള ജനസ്വാധീനം വളരെ വലുതാണ്. സംഘടനാപരമായ രംഗത്ത് DK ശിവകുമാർ വളരെ മെച്ചപ്പെട്ടതാണെങ്കിലും
ജനങ്ങൾക്കിടയിലെ വിവിധ സമുദായങ്ങൾക്കിടയിലുള്ള സിദ്ധരാമയ്യയുടെ സ്വാധീനം വളരെ വിപുലമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പരിഗണന കൊടുത്തത്. അത് തന്നെ രാജസ്ഥാനിൽ അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ നമ്മളുടെ മുമ്പിലുള്ള പ്രത്യക്ഷത്തിൽ കാണുന്ന ചില നിലപാടുകളിൽ ചില നേതാക്കൾ മുന്നിലായിരിക്കും. അത് പക്ഷേ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് സിദ്ധരാമയ്യ അവിടെ ജനങ്ങൾക്കിടയിലെ വലിയ സ്വാധീനമുള്ള ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. തീർച്ചയായും കോൺഗ്രസ് രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാം. സമയക്കുറവുണ്ട്. ശ്രീ ശ്രീകുമാർ വ്യക്തമാണ്. ശ്രീ ജോർജ് പടിപ്പാറ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഈ വാദങ്ങൾ പറഞ്ഞുവല്ലോ. എല്ലാവരും ഒരു ആകാംക്ഷയിലാണ്. കാരണം കോൺഗ്രസ് ആണ്, എന്ത് സംഭവിക്കാം. മറ്റ് സ്റ്റേറ്റുകളും നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആദ്യത്തെ പരിഗണന എന്ന് പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത്, രമേശ് ചെന്നിത്തലയാണോ അല്ലെങ്കിൽ വി ഡി സതീശനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം നിയമസഭാ കക്ഷിയുടെ മുമ്പിലുള്ള രണ്ട് പേരുകൾ അവരുടെ പേരുകളാണ്. അല്ലാതെ കെ സി വേണുഗോപാൽ മത്സരിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരിൽ ഒതുക്കും. പക്ഷെ ഈ രണ്ടുപേരുടെ കാര്യത്തിൽ ഇത് തീരുമാനമാകാതെ അതിന്റെ എങ്ങനെയാണ് ഇത് കെ സി വേണുഗോപാലിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്ന ഒരു രീതി, അല്ലെങ്കിൽ അത് എങ്ങനെ എത്തിക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായൊരു ധാരണയില്ല. സ്വാഭാവികമായിട്ട് ഈ രണ്ടുപേരിൽ ഒതുങ്ങാനാണ് സാധ്യത. അതാ ഒതുങ്ങുക എന്നുള്ളതാണ് അതൊരു കാവ്യനീതി. കാരണം അവർ രണ്ടുപേരുമാണ് ഈ കേരളത്തില് സംഘടനാ ചുമതല വഹിക്കുന്നവർ, പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ രണ്ട് ഭാഗത്ത് കരുത്തരായിട്ട് നിൽക്കുന്നവർ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ പ്രസക്തിയുണ്ട്. പക്ഷെ ഈ തവണ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തിയ കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളിൽ സാധാരണഗതിയിൽ പരിചയമില്ലാത്ത രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ള ഒരുക്കങ്ങളുടെ കാര്യത്തിൽ, അത് ഉപതെരഞ്ഞെടുപ്പുകളിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും വോട്ടർ പട്ടികയിൽ പേര് ചേർന്നതടക്കം മാസങ്ങളോളം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ മണ്ഡലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കി, മണ്ഡലം കമ്മിറ്റികൾ സജീവമാക്കി, നിയോജകമണ്ഡലം കമ്മിറ്റികളെ സജീവമാക്കി, മൊത്തത്തിൽ പാർട്ടി പ്രവർത്തനത്തിന് ഒരു പുതിയ ഊടും പാവും ഒക്കെ പകർന്ന് ഇങ്ങനെയും തെരഞ്ഞെടുപ്പ് നടത്താം, ഇങ്ങനെയും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്ന് കാണിച്ചു കൊടുത്തൊരു ഫോർമുല ഉണ്ടല്ലോ. അത് കോൺഗ്രസിന് അത്രയൊന്നും പരിചയമില്ലാത്തൊരു കാര്യമാണ്. ആ രീതിയിലേക്ക് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ പരിണമിപ്പിച്ച ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, അത് ചേലക്കര ഒഴിച്ച് എല്ലായിടത്തും വിജയിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ വി ഡി സതീശന്റെ മാത്രം മികവല്ല, പക്ഷെ ശക്തിയുള്ളൊരു പ്രസ്ഥാനത്തിന്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കാതെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു പ്രസ്ഥാനത്തെ, ഒരു മുന്നണിയെ ഒരു ഫൈറ്റിംഗ് ഫോഴ്സ് ആക്കിയിട്ട് അങ്ങനെ ഒരു വിന്നിങ് കോമ്പിനേഷൻ ആക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതാണ് യഥാർത്ഥത്തിലുള്ള നേതൃഗുണം. അതുകൊണ്ടാണ് നിലപാടുകളുള്ള, തീരുമാനങ്ങളുള്ള, പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണകളുള്ള, സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് എങ്ങനെ ഈ സംസ്ഥാനത്ത് തകർന്ന സമ്പദ്ഘടനയെ പുനരുദ്ധരിക്കാം, എങ്ങനെ ഇവിടുത്തെ തകർന്ന മേഖലകളെ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ തന്നെ ഗതാഗത മേഖലയിൽ എന്നുവേണ്ട എല്ലാ മേഖലകളിലും എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു ദർശനമുള്ള, കാഴ്ചപ്പാടുള്ള, തീരുമാനമുള്ള, നിലപാടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക്, പുതിയ കാലഘട്ടത്തിൽ ജനം ആഗ്രഹിക്കുന്ന, ജൻസി പോലും ആഗ്രഹിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും അങ്ങനെ കാഴ്ചപ്പാടുള്ള, ധാരണയുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി കേരളത്തിലുള്ളപ്പോൾ എന്തിന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം? അദ്ദേഹത്തിന് ഇത്രത്തോളം ജനകീയ അംഗീകാരമുള്ളപ്പോൾ എന്ന വലിയ ചോദ്യമാണ് ഈ സമൂഹത്തിന് മുമ്പിൽ ഉയരുന്നത്. ആ ചോദ്യത്തിന് മുന്നിൽ വി ഡി സതീശൻ എന്ന ഉത്തരവാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായിട്ട് ഉയരുന്നത് എന്നുള്ളത് പാർട്ടിക്ക് എത്ര കണ്ട് അവഗണിക്കാൻ കഴിയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവഗണിച്ചാൽ അത് പാർട്ടിക്ക് ലോങ് ടൈമിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. തീർച്ചയായും അനാരോഗ്യകരമായ ചർച്ചകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. വളരെയധികം നന്ദി മോഹൻ വർഗീസ്, ശ്രീ ജോർജ് പടിപ്പാറ, ശ്രീ എൻ ശ്രീകുമാർ. അപ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിച്ച സതീശിനെ അങ്ങനെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ ആകുമോ കോൺഗ്രസിന് എന്നടക്കം വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്.